ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ചിന്ന ചിന്ന ആസൈ സിറകടിക്കും ആസൈ. യെസ് ഗൈസ്, ചിന്ന ചിന്ന ആസൈ എന്ന് പറയുന്ന മൂവി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ ലീഡ് റോൾ ചെയ്യുന്ന പുതിയ പടമാണ് സുഹൃത്തുക്കളെ. ഇന്ദ്രൻ സേട്ടൻ മാത്രമല്ല, മധു, നമ്മുടെ റോജയ്ക്കകത്തേക്ക് മധു പണ്ടത്തെ പുള്ളിക്കാരത്തെ നമ്മുടെ ഇന്ദ്രൻ സേട്ടനും കൂടെ ലീഡ് റോൾ ചെയ്യുന്ന പുതിയൊരു പടമാണ്. വർഷ വാസുദേവാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നതും ഡയറക്റ്റ് ചെയ്തേക്കുന്നതും. ഇത് ആക്ച്വലി ഒരു ഡ്രാമ മൂവി, അതാണ് ബേസിക്കലി സംഭവം. പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ഞാൻ ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തില്ല, ബട്ട് ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 96 പോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് എവിടെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. ബട്ട് അങ്ങനെ എൻ്റെ കൂട്ട് ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ആയിരിക്കും, വെറുതെ എക്സ്പെക്റ്റേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ വാരണാസിയിൽ നിങ്ങൾ പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ, എന്നെ പോലെ വാരണാസിയിൽ നിങ്ങൾ പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വാരണാസി നമുക്ക് ഈ പടത്തിൽ കാണാവുന്നതാണ്. ഇറ്റ്സ് ആൻ ഓക്കെ മൂവി, ബട്ട് എന്നാലും എനിക്ക് ഇത്രയും കൊണ്ട് സൂചിച്ചില്ല. എന്നാലും ചുമ്മാ അതായത് ഞാൻ കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇന്ദ്രൻ ചേട്ടൻ്റെ പെർഫോമൻസ് ഒന്നും തന്നെ പറയാനില്ല. ഇന്ദ്രൻ ചേട്ടൻ പൊളിച്ചടിക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ ആക്ട്രസ് നമ്മുടെ റോജയിലെ നായിക മാധു, എനിക്ക് ആക്ച്വലി പുള്ളിക്കാരത്തിയുടെ എനിക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസ് ആയിട്ടില്ല. എന്തോ എനിക്ക് എവിടേക്കോ ഒരു ഡൈജസ്റ്റ് ആവാത്ത പോലത്തെ പെർഫോമൻസാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ തമ്പിരാമയ്യ, പുള്ളിയുടെ പെർഫോമൻസ് എനിക്ക് അല്ലെങ്കിലും വലിയ സുഖമൊന്നുമില്ല, ചുമ്മാ വെറുതെ. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ സംഭവങ്ങളൊന്നുമില്ല, വലിയ എക്സ്പെക്റ്റേഷനൊന്നുമില്ല. മേക്കിംഗ് വൈസ് ആണെങ്കിലും ഡയറക്ടോറിയലാണെങ്കിലും ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ്, ബട്ട് എന്നാലും ഇറ്റ്സ് ഓക്കെ ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കണ്ട, ചുമ്മാ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണാവുന്നതാണ്. ബട്ട് ഞാനീ പറഞ്ഞ പോലെ ഒരു 96 പോലത്തെ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമല്ലോ 96 ബട്ട് എന്നാൽ പോലും നമ്മൾ അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷനിൽ പോകണ്ട എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് ആൻ ഓക്കെ മൂവി വിത്ത് ആൻ ആവറേജ് എക്സ്പീരിയൻസ്, അത്രയേ ഉള്ളൂ എനിക്ക് തോന്നിയത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ബെറ്റർ ആയിട്ട് തോന്നിയേക്കാം. ദിസ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. സോ അപ്പോൾ താല്പര്യമുള്ളവർ പോയി കാണുക, അത്രേ ഉള്ളൂ. ബൈ.